നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകണമെന്ന് അറിയോ? നമ്മുടെ ഈ താമരയുടെ വിത്തില്ലേ, താമരയുടെ വിത്ത് വെച്ചിട്ട് ഒരു അടിപൊളി ഒരു ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ താമരയുടെ വിത്ത് നമ്മൾ ഒരു പാനിലിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ വറുത്തെടുക്കുക. അതിങ്ങനെ വറുത്തെടുത്ത് കഴിയുമ്പോഴേ അത് നമ്മൾ ആയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ പിടിച്ച് നമ്മൾ ഞെക്കി നോക്കിയാൽ മതി. കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് നോക്കുമ്പോൾ ഒന്നും പൊട്ടുണ്ട് കണ്ടോ, ഇങ്ങനെ ആവും. ഇങ്ങനെ ആകുമ്പോൾ നമ്മളത് ആയി. അപ്പോൾ നമ്മളത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. പിന്നെ നമ്മളൊരു ആ പാനിലേക്ക് തന്നെ കുറച്ച് നമ്മുടെ നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് നമ്മുടെ കടലില്ലേ, കടലിട്ട് ഒന്നിങ്ങനെ വറുത്തെടുക്കുക കേട്ടോ. കണ്ടോ, നമ്മൾ നന്നായിട്ട് ഇതേമാതിരി വറുത്തെടുത്തു. അത് നമ്മൾ മാറ്റി. ഇനി നമ്മളിതിലേക്ക് എന്താ ചെയ്യേണ്ടത്? കുറച്ച് കാഷ്നട്ട് അതും കൂടി നമ്മളിതിൽ നന്നായിട്ട് വറുത്തെടുക്കുക. അയ്യോ, കണ്ടോ, ഇതേമാതിരി നമ്മൾ വറുത്തിങ്ങനെ എടുത്തിട്ട് ഇത് മാറ്റി വെച്ചു. നമ്മൾ ആ പാനിൽ തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു. അതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ട് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്യുക. പിന്നെ നമ്മളുടെ കരിവേപ്പില അതും കൂടെ ഇട്ടിട്ട് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. കേട്ടോ, ഇതേമാതിരി ആക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. ഈ നല്ലെണ്ണയിൽ നല്ലെണ്ണയിൽ തന്നെ ചെയ്യണം, അപ്പോഴേ ഇതിനൊരു ടേസ്റ്റ് ഉള്ളൂ. നല്ലൊരു ഫ്ലേവർ വേണം ഇതിന് കേട്ടോ. ഈ ഇത് മൂന്നും കൂടി കൂടി വരുമ്പോൾ ഈ നല്ലെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളതിലിട്ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി വറുത്തെടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് നമ്മുടെ മുളക് പൊടി അതും കൂടി ഇട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെന്താ അതിൻ്റെ നമ്മൾ ആവശ്യത്തിനൊക്കെയുള്ള ഇതിലൊക്കെയുള്ള ഉപ്പും കൂടി ഇടുക. നമ്മൾ ആ താമരയുടെ വിത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, കടല ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാഷ്നട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം അതിലേക്കുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിതെല്ലാം കൂടി ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ താമര വിത്ത് റെഡി, അതിൻ്റെ ഫ്രൈ റെഡി. ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ. നമ്മൾ ഈ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു ഫുഡും കൂടിയാണ്. കാരണം ഇത് പ്രോട്ടീനും ഫൈബറും ഇതൊക്കെ ഉള്ള ഒരു സാധനമാണ് ഈ താമരയുടെ വിത്ത് എന്ന് പറയുന്നത്. അയവ നമ്മുടെ താമരയുടെ വിത്ത് റോസ്റ്റ് റെഡി. നമ്മളൊരു പാത്രത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ ഈ മിക്സ്ചർ ഇതൊക്കെ കഴിക്കില്ലേ, അതേമാതിരി ഇതിങ്ങനെ കഴിക്കാം. നല്ല നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഇത് ഈസിയാണ് ചെയ്യാനും. ഇവ കണ്ടോ എന്ത് രസമായിട്ടായിരിക്കും കാണാൻ. ഓക്കെ, അപ്പോൾ താങ്ക് യു.